തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അയ്യോ, വിക്രമിന്റെ ഫോണാണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും? ഒന്ന് എടുത്തു നോക്കിയല്ലോ. എന്നെ വിളിക്കുന്നു. ഒന്നിങ്ങോട്ട് വരാം. ആ വാതിലടയ്ക്കും. എടാ, ഈ വിക്രം ഫോൺ ചെയ്തോണ്ടിരിക്കുമല്ലോ. എടുത്താലും കുഴപ്പം, എടുത്തില്ലേലും കുഴപ്പമാവും. എന്തായാലും എടുത്തു നോക്കാം. പറമോനെ. അമ്മേ, ഞാൻ നിലയെ കാണാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. അത് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാന്ന് കരുതി. അയ്യോ, നിലയെ കാണാൻ വരുന്നോ? അതിനെന്തിനാ ഇത്ര അതിശയം? അല്ല മോനെ, മോനെന്തിന് ഇത്ര ബുദ്ധിമുട്ടി വരുന്നേന്നാ? എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? ഇന്നലെ രാത്രി തൊട്ട് നിലയെ പറ്റിയുള്ള ചിന്ത എനിക്ക്. ഞാൻ വീട്ടിൽ വന്നൊന്ന് കണ്ടോട്ടെ? മോനെ, ഞങ്ങളിപ്പോ വീട്ടിലില്ല. വീട്ടിലില്ലെങ്കിൽ വേറെ എവിടെയാ ഉള്ളത്? ഇപ്പൊ ഹോസ്പിറ്റലിലാ ഉള്ളത്. ഹോസ്പിറ്റലിലോ? എന്താ എന്താ ആർക്കാ പ്രശ്നം? അത് എനിക്ക് BP കുറച്ച് കൂടിയതാ മോനെ. ഇല്ലല്ലോ, നിങ്ങളിങ്ങനെ ആലോചിച്ച് പറയുന്നതുകൊണ്ട് എന്നോടെന്തോ പറയാൻ മറയ്ക്കുന്ന പോലെയും കള്ളം പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇവൻ ആവശ്യമില്ലാത്തതൊക്കെ കണ്ടുപിടിക്കുമല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? അമ്മേ, സത്യം പറ. നിലമോൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആണോ? അത് പിന്നെ ആ നീല എന്നുള്ള കുട്ടിക്കുള്ള മെഡിസിൻ ഒക്കെ ഫാർമസിയിൽ നിന്ന് വാങ്ങിയിട്ട് വരണം. ഒന്ന് വേഗം കൊണ്ടുവരണേ. പിടിച്ച കറക്റ്റ് സമയത്ത് തന്നെ. അമ്മേ, എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയാൻ ശ്രമിക്കുന്നത്? നിലമോൾക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്താ പറ്റിയത്? മോനെ, ഇന്നലെ രാത്രി നിലമോള് പെട്ടെന്ന് കരയാൻ തുടങ്ങി. അവിടെ നടന്ന സംഭവങ്ങളൊന്നും അവളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവള് കുഴിയിൽ വീണ കാര്യവും പാമ്പ് കൊത്താൻ വന്ന കാര്യമൊക്കെ അവളുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. അവൾ ഒരുപാട് പേടിച്ച് പെട്ടെന്ന് നിർത്താണ്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് പനിയും കൂടി ബോധം കെട്ടും വീണു. ഞങ്ങളാണെങ്കിൽ ആകെ പേടിച്ചിട്ട് രാത്രി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റും ചെയ്തു. എന്താ അമ്മേ ഇത്? ഇത്രയൊക്കെ നടന്നിട്ട് നിങ്ങൾ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ആ സമയത്ത് മോനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഒന്ന് പോ അമ്മേ, ഞാൻ ദാ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരിക. മോനെ, ഇപ്പൊ നിലമോൾക്കൊന്നുമില്ല. ഡോക്ടർ വന്നിട്ട് പോയേ ഉള്ളൂ. ഉടനെ തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിലോട്ടും പോവും. കുറച്ച് സമയം എന്ന് പറഞ്ഞ എത്ര മണി വരെ? അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് കണ്ടോട്ടെ? അയ്യോ, എടാ, വിക്രം വീട്ടിലോട്ട് വരാതാ പറയുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്യും? അമ്മേ, അമ്മേ കേൾക്കുന്നില്ലേ? ഉണ്ട് മോനെ, ഉണ്ട്. അല്ല, മോനൊരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിലമോളെ കാണാൻ വന്നാ പോരെ? അല്ല, മോനിപ്പോ സുഖമില്ലാണ്ടിരിക്കല്ലേ? വെറുതെ എന്തിനാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്? അതുകൊണ്ട് ചോദിച്ചതാ. അമ്മേ, എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. എനിക്ക് നിലയെ കാണണം തോന്നുക. അത് മാത്രമല്ല, കവിനിപ്പോ ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കോ. അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ നിലയെ കാണാൻ വരുമെന്ന് പറഞ്ഞാ അപ്പൊ ആലോചിച്ച് നോക്ക്. എനിക്ക് നിലമോളെ അത്രയ്ക്ക് അധികം ഇഷ്ടം അമ്മേ. അവിടെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ വന്നൊന്ന് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് വിഷമാവും. മോനെ, എന്താ പറഞ്ഞ? കവിന് ചിക്കൻ ബോക്സ് ആണെന്നോ? എന്താ? അതെ അമ്മേ, രാവിലെയാ ഞങ്ങൾ തന്നെ അറിഞ്ഞത്. അയ്യോ, ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? മുഖത്തൊക്കെ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. വേപ്പിലല്ല ഇപ്പൊ കിടത്തിയിരിക്കുന്നത്. അയ്യോ മോനെ, നീ അവന്റെ അടുത്ത് തന്നെ ഇരുന്ന് നോക്ക്. ശരി അമ്മേ, ഞാനിപ്പോ നിലയെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരിക. വേണ്ട മോനെ, മോന് ഈ സമയത്ത് കവിന്റെ കൂടെ ഇരിക്കേണ്ടത്. എന്താ അമ്മ ഇത്? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങോട്ട് വരുന്നെന്ന് പറയുമ്പോ എന്നെ തടയല്ലേ? ഏത് ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന് പറ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. മോനെ, ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത്. കവിൻ മോന് ചിക്കൻ ബോക്സ് ആണെന്നല്ലേ പറഞ്ഞത്? ഈ സമയത്ത് അവനെ നോക്കാതെ മോൻ ഇങ്ങോട്ട് വരുന്നത് ശരിയാണോ മോനെ? അതൊക്കെ എന്തിനാ നിങ്ങൾ ആലോചിക്കുന്നത്? കവിനെ നോക്കാനായിട്ട് എന്റെ വീട്ടിലുള്ള സകല ആളുകളും അവന് ചുറ്റിലുണ്ട്. കവിനും നിലമല പോയി കണ്ടിട്ട് വരാനാ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് വരിക. നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണെന്നും പറ. ഞങ്ങളിപ്പോ SK ഹോസ്പിറ്റലിലാ. ശരി, ഞാൻ ഉടനെ വരാം.
എന്താ അമ്മേ ഓ വിക്രം ദേ ഇങ്ങോട്ട് വരാൻ പോകുന്നെന്ന്. ഈച്ചയാണെങ്കിൽ അകത്തും ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും കണ്ടാ പിന്നെ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനാവും. അമ്മേ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പറഞ്ഞാ പോരായിരുന്നോ? അളിയൻ അങ്ങോട്ട് പോയില്ലായിരുന്നോ? അതിനുള്ളിൽ നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിലും പോയാ. നിനക്കുള്ള ബുദ്ധി എന്താടാ എനിക്കില്ലേ? വേറെ ഹോസ്പിറ്റലാന്ന് പറഞ്ഞാ അവിടെ പോയി നോക്കി അവിടെ ആളില്ല എന്ന് പറഞ്ഞ് നേരെ വീട്ടിലോട്ട് വരില്ലേ? അവൻ എന്താ വീട്ടിലോട്ടുള്ള വഴി അറിയില്ലേ? ശരിയല്ലേ? ബുദ്ധിയില്ലാത്ത കഴുത. അയ്യോ ഇപ്പൊ ആ വിക്രം ഇങ്ങോട്ട് വരുമല്ലോ. അയ്യോ ഇപ്പൊ എന്താണ് ചെയ്യാ? എനിക്കറിയില്ല അമ്മേ. കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കണ്ട, എന്തേലൊന്ന് പറ. അയ്യോ എന്റെ ഈശ്വരന്മാരെ. അയ്യോ അടിക്കടി ഇങ്ങനെ ഓരോന്ന് തന്നെ എന്തിനെങ്ങനെ എന്നെ കൊല്ല ചെയ്യുന്നേ? ഞാനിപ്പോ എന്ത് ചെയ്യുന്നു ഒരു പിടിയില്ലല്ലോ. മാങ്കുട്ടിയെ പോലെ തുള്ളി തുള്ളി ഓടിക്കളിച്ചിരുന്ന കൊച്ച ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ട സഹിക്കാൻ പറ്റുന്നില്ല. സോ സാഡ്, സോ സാഡ്. ഇവനെ ഇങ്ങനെയൊന്ന് അടക്കി കെടുത്താൻ പെടുന്ന പാട് ഞങ്ങൾക്ക് അറിയൂ. വായിൽ തോന്നിയത് വിളിച്ച് പറയാ. വിക്രം എന്തു പറ്റി? നീ എന്താകെ ഡള്ളായിരിക്കുന്നേ? അമ്മേ നിലയ്ക്ക് എന്തോ അത്ര സുഖമില്ലാത്രേ. എന്തു പറ്റി? അമ്മ ഇത് പിടിച്ച്. നീ എന്താ പറഞ്ഞേ? നിലമോൾക്ക് എന്തു പറ്റിയെന്നാ? അല്ല, ഏർക്കാടിൽ നടന്ന സംഭവം അവളുടെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ലെന്ന് തോന്നുന്നേ. അതാലോചിച്ച് അവൾ വീണ്ടും പേടിച്ചിട്ടുണ്ടാവും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവളുടെ സ്വപ്നത്തില് ഏർക്കാട് നടന്ന സംഭവങ്ങളെല്ലാം വീണ്ടും വന്നിട്ടുണ്ടാവും. അങ്ങനെ അലറി വിളിച്ച് ഉറക്കത്തിന് എഴുന്നേക്കെ ചെയ്തത്. അത് മാത്രമല്ല, പേടി കൊണ്ട് അവൾക്ക് പനിയും വന്നിരിക്കുക. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ബോധം കെട്ട് വീണത്രേ. രാത്രി തന്നെ അവളെ എല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇപ്പോഴാണ് നിലയുടെ മുത്തച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എനിക്കെന്തോ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ. കാരണം അവൾ ആ പാതാളക്കുഴി വീണിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. അവളെ രക്ഷിക്കാൻ വേണ്ടി അത്രയും അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ടമ്മേ. കൊച്ചുകുട്ടിക്ക് ദൈവം എന്തിനാ ഇത്രയും പേടിയും കഷ്ടപ്പാടും കൊടുക്കുന്നെന്ന് എനിക്കറിയില്ല. വല്ലാത്ത കഷ്ടായി. നീ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ ആകെ വിഷമായി പോവാ. അതെ അച്ഛാ, ഇപ്പോഴും നില ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഞാൻ പോയിട്ട് അവളെ ഒന്ന് കണ്ടിട്ട് വന്നോട്ടെ അമ്മേ. ആ അച്ഛാ, ഞാനിവിടെ വയ്യാണ്ട് കിടക്കുകയല്ലേ. അച്ഛൻ എന്റെ അടുത്ത് തന്നെ ഇരിക്കാതെ നിലയെ കാണാൻ പോകണമെന്നാണോ പറയുന്നേ? എന്താടാ, നിന്നെ ഞാൻ ശ്രദ്ധിക്കാതിരിക്കുവോ? നിന്റെ ക്ലാസ്മേറ്റ് ഇല്ലടന്നില്ല. അവൾ ആ ഏർക്കാടിലെ പാതാളക്കുഴിയിൽ വീണ് ഒരുപാട് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു വന്നതില്ലടാ. അവള് പേടിച്ച് വിറച്ച് കരഞ്ഞ് പനി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുക.